ഗായ്സ്, വെൽക്കം ബാക്ക് ടു മനു ചാനൽ. അപ്പോൾ ഞാൻ വന്നത് നമ്മുടെ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 31 ആണ്, നാളെ ജൂൺ 1 ആണ്. അപ്പോൾ നാളെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ ഉണ്ടാവില്ല, നാളെ 2 ദിവസം മുന്നേ അവർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യണം. അപ്പോൾ അതെനിക്ക് ചെയ്യണമെന്ന് കുറേ ആയി. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഇതിനൊരു അവസരം വന്നു, കറക്റ്റ് പോണേൻ്റെ തലേന്ന് തന്നെ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ നെറ്റ്, കുഞ്ഞിൻ്റെ കിടത്തുന്ന നെറ്റ് ഉണ്ടല്ലോ, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ എങ്ങനെ കൊതുകുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ബേബിക്ക് സേഫായിട്ടുള്ളതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് ബേബി ഹോൾഡർ. ഇപ്പം കുഞ്ഞുങ്ങളുടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ടർക്കി മാത്രം ഇട്ടിട്ട് കൊണ്ടുപോകണ്ടേ. പിന്നെ മഴയൊക്കെ അല്ലേ, മഴയാണ് ഭയങ്കര ഇത്, കാരണം ഡ്രസ്സൊക്കെ ഉണങ്ങാൻ നല്ല പാടല്ലേ. പിന്നെ ഇതിനകത്ത് ബേബിയുടെ ഐറ്റംസ് എനിക്കിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ, വൈറ്റ് തുണികൾ അവിടെ ഹോസ്പിറ്റലിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പിന്നെ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വേറെ ബാഗിലാട്ട് വെച്ചേക്കുന്നത്, പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ട ഡ്രസ്സ്, ഷോള്, അങ്ങനെ പിന്നെ ഓപ്പൺ നൈറ്റിന് ഒരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാട്ടോ എന്തായാലും. പിന്നെ എന്തിട്ടാ, പിന്നെ എനിക്ക് വേണ്ടത് പിന്നെ അത്ര പ്രത്യേകിച്ച്, പിന്നെ പാഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ബ്രഷ്, പിന്നെ ഷേവിങ് ഐറ്റംസ്, അങ്ങനത്തെയൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് ബേബീൻ്റെ കാണിച്ചു തരാം. ഇതിനകത്ത് എൻ്റെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, പർപ്പിൾ കളർ. അത് ഓർഡർ ചെയ്ത് വെച്ചത് തിരിച്ച് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഉഷാറിലൊക്കെ വരാൻ. പിന്നെ എനിക്ക് വേണ്ടി വെച്ചത് ഇത് നമ്മുടെ പാഡ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ഒരു പാഡ് ഫിക്സേറ്റർ. അതൊക്കെ അത്യാവശ്യമല്ലേ. പിന്നെ മെറ്റേണിറ്റി പാഡ്, ഞാൻ പിന്നെ 2 മെറ്റേണിറ്റി പാഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 40 പാക്കിൻ്റെ. ഞാനത് കാണിച്ചു തരാൻ വേണ്ടി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്നു വരില്ല, എനിക്ക് കട്ട് ചെയ്ത് എടുത്തിയാൽ വയ്യ. അപ്പോൾ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ടില്ല, ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഴേൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു ലേറ്റ് ആവുന്നത്. ഇത് വരാനുണ്ട്. ഇതിപ്പോൾ 80 പാഡ്സ് ഉണ്ട് ഇതിൽ, XXL മെറ്റേണിറ്റി പാഡ്. ഇത് വന്നിട്ടില്ല. പിന്നെ 2 ചപ്പൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ, ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കിപ്പോൾ ഉള്ളത് ഇത്ര, ബാക്കി ഞാൻ ഓപ്പൺ നൈറ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 2 ക്ലോത്ത്, എന്നിട്ടാ ബാത്തിങ് ടർക്കി എന്ന് പറയുന്നത് ഇത്ര പാട്. ഇത് ടർക്കി, കോട്ടൻ്റെ ടർക്കി ആട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് തുടക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 എണ്ണം ഉണ്ട്, പക്ഷെ ഒരെണ്ണത്തിൻ്റെ മെറ്റീരിയൽ അത്ര കോട്ടൺ അല്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ കോട്ടൺ. അപ്പോൾ ഞാൻ 2 എണ്ണം ആക്കി, കാരണം മഴയൊക്കെ അല്ലേ, ഉണങ്ങാനൊക്കെ ടൈം എടുക്കും. അത് വന്നിട്ടില്ല. പിന്നെ ഇതുപോലെ മിറ്റൻസും സോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതും വന്നിട്ടില്ല. കൊതുകൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി. 2 എണ്ണം ഉണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കെട്ടുടുപ്പ്, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെറിയ കവറിലാക്കി വെച്ചേക്കാം. ഈ കെട്ടുടുപ്പ് ഞാൻ ഓർഡർ ചെയ്തതാണ്, 5 എണ്ണം കോംബോ ആയിട്ട് ഓർഡർ ചെയ്തതാണ്. ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. എല്ലാം മടക്കി വെച്ചേക്കാം. ഞാൻ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇത് അങ്ങനെ, ഇതൊരു 5 എണ്ണം ഇതും. പിന്നെ ഇതിൻ്റെ സെയിം തന്നെ മെറ്റീരിയൽ വരുന്ന ഒരു പിങ്കും ആട്ടോ. ഇത് ഡെറ്റോളിട്ട് കഴുകിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണേൽ ഇട്ട് വെച്ചു, പൊടിയൊന്നും കയറണ്ട എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് 2 ക്യാപ്പും മിറ്റൻസും. ഇത് ക്യാപ്പിനകത്ത് ഞാനിങ്ങനെ മിറ്റൻസ് ഇട്ട് വെച്ചേക്കാം ഇങ്ങനെ. അത് 2 എണ്ണം, പിങ്കും ഒരു യെല്ലോയും. അപ്പോൾ ക്യാപ്പ് നമുക്ക് അത്ര ആവശ്യമില്ല, മിറ്റൻസും സോക്സെല്ലാം ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 4 സെറ്റ് വേറെ ആക്കിയത്.
അതിന് ആവശ്യമുള്ളപ്പോൾ ആക്കാമല്ലോ. പിന്നെ ഇതിലൊക്കെ കെട്ടുടുപ്പാട്ടോ, ഇതെല്ലാം കെട്ടുടുപ്പാണ്. ഇതിൽ ഒരെണ്ണം ഒരു 2 എണ്ണം ഫുൾ സ്ലീവ് വരുന്നുണ്ടോ? ഫുൾ സ്ലീവ് വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചത്. കുറേ കോട്ടൻ്റെയും ഉണ്ട്, ബനിയൻ ടൈപ്പും. ഇതെല്ലാം ഞാൻ നല്ല മടക്കി മടക്കി വെച്ചേക്കണം. പിന്നെ ഇതിനകത്തൊരു നൈറ്റ് സ്യൂട്ട് പോലത്തെ ഒരു തിരിഞ്ഞു, നല്ല ക്യൂട്ടായിരുന്നു. ഇതെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് രാത്രിയൊക്കെ ഇടാൻ നല്ലതായിരിക്കും, തണുപ്പൊക്കെ അല്ലേ. പിന്നെ ഇതിങ്ങനെ ടവൽസ്, ഇങ്ങനെ മുഖമൊക്കെ തുടക്കാൻ പറ്റിയത്. ഉമ്മിച്ചെടുത്തൊക്കെ ഞാൻ ഇതൊക്കെ വേണ്ടേ പറയുമ്പോൾ അവരുടെ കാലത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലതൊന്നും അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതെന്താന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കല്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കല് ഇതെന്താന്നൊക്കെ. നമ്മുടെ ഈ ഫീഡിങ്ങിൻ്റെ ഇതൊക്കെ ഇല്ലേ, ഒരു പില്ലോ, അതൊക്കെ കണ്ടിട്ട് ഉമ്മച്ചിക്ക് ഇതെന്താണെന്ന് അറിയുന്നില്ല. അവരുടെ കാലത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതൊരു ചുമ്മാ എടുത്ത് വെച്ചതാട്ടോ, ഒന്നും ആവശ്യം ഉണ്ടാവുമെന്നൊക്കെ അറിയില്ല. സ്നെഗ്ഗെല്ലാം ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ. ഇപ്പോൾ തുണിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തുണി മടക്കി വെച്ചിട്ടിടാലോ. പിന്നെ സ്നഗ്ഗി, ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇത് മതി തൽക്കാലം ഹോസ്പിറ്റലിലേക്ക്, തന്നെ അധികം തോന്നുന്നു. പിന്നെ ഞാൻ ഒരു പാക്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ടായി. ഓടി നടക്കാൻ പറ്റില്ലല്ലോ ഇതിന് വേണ്ടിയിട്ട് എപ്പോഴും. പിന്നെ ഉള്ളത് ഒരു റിസീവിങ് ടവൽ. ഇത് തന്നെയാണ് നമ്മൾ ബാത്തിങ് ടവൽ. ഇതുപോലെ തന്നെ ഞാൻ ബാത്തിങ് ടവലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ റിസീവിങ് ടവലായിട്ട് വെച്ചേക്കുന്നത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. അതൊന്ന് പിങ്കും ഒരു ബ്ലൂവും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ അല്ല, ഇതൊരു പഞ്ഞി പോലത്തെ എന്തൊരു മെറ്റീരിയൽ. അപ്പോൾ ഇതും വെച്ചിട്ടുണ്ട്, ബ്ലൂവും പിങ്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേബി ബോയ് ആണെങ്കിൽ ബ്ലൂ കൊടുക്കുക, ബേബി ഗേൾ ആണെങ്കിൽ പിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കിട്ടാം. ഓക്കെ, ഇതാണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ്, പിന്നെ വൈപ്സ് സേഫ്റ്റിക്കെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ലോഷനൊന്നും എടുത്തില്ല, ഒരു സോപ്പ് എടുത്തിട്ടുള്ളൂ. ലോഷനൊന്നും ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആവശ്യം തോന്നുന്നു അറിയില്ല, സോപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഇങ്ങനെ ഷീറ്റ് മൂത്രമൊഴിക്കുമ്പോൾ കിടക്കാൻ. ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ഇപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്, ഓപ്പൺ നൈറ്റി. അതിതാ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ, അതായത് ഫ്രണ്ട് ഫുള്ള് ബട്ടൺസ് വരുന്ന ടൈപ്പ്. ഫ്രണ്ട് ഫുള്ള് ഇങ്ങനെ ഓപ്പൺ, നമുക്കറിയായിരിക്കും. അപ്പോൾ അതൊരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഒരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. ബാക്കിയൊക്കെ പിന്നെ എന്തെങ്കിലും ഫീഡിങ് ടൈപ്പ് നൈറ്റികളുണ്ട്, നോർമലി ഡെയിലി യൂസ് ചെയ്യണ ടൈപ്പ് ഉണ്ട്. അത് മതി, ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ വൈറ്റ് തുണികൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇത്രയൊക്കെയാണിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടതെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ബ്രഷ്, എനിക്ക് വേണ്ട സോപ്പ്, പേസ്റ്റ്, പിന്നെ ഇന്നർ വിയേഴ്സ്, അങ്ങനെ എല്ലാം എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ എന്താ പുതിയ ബോട്ടിൽ, ഇത് ലോക്ക്, ഇവിടെ ലോക്ക് ഉണ്ട്. ഇങ്ങനെ തുറന്നിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരും, അല്ല വെള്ളം പിടിക്കണം, എന്നിട്ട് അടച്ചിട്ട് ലോക്കിടാം. അപ്പം അത് കുടിക്കില്ല ചുമ്മാ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. നാളെയാണിപ്പോൾ സൗണ്ട്. വേറെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, അതൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞ് ടെൻഷൻ എടുപ്പിക്കണില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ടെൻഷനായിരിക്കും, അല്ലാത്തവർക്ക് എന്താ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ മാക്സിമം ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, കാരണം നാളെ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ.
അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.